വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടത്തിന്റെ വീട് പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കാത്തതിൽ വിമർശനവുമായി CPM BJP നേതൃത്വം. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടും സ്ഥലത്തുണ്ടായിരുന്ന MP നേരിട്ടെത്താത്തതിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും അമർഷമുണ്ട്. സെപ്റ്റംബർ 12-നാണ് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തത്. സ്ഥലത്തുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാതിരുന്നത് രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയാണ് CPIM. പ്രിയങ്ക ഗാന്ധി എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ് ചോദിച്ചു. അവിടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ ഒരു ജനപ്രതിനിധി, ഇവരുടെ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി കൂടിയാണ് ജോസ് നെല്ലേടം. കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. എന്നിട്ട് 24 മണിക്കൂർ അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടും പോകാൻ വേണ്ടി തയ്യാറായില്ല എന്നത് ഒരു ശരിയായ രീതിയായില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ രീതി അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല. MP-യുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകൻ മരിച്ചപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും വീട് സന്ദർശിക്കാനും എന്തിനാണ് പ്രിയങ്ക ഗാന്ധി മടിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ആവശ്യപ്പെട്ടു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ആ കാര്യത്തെക്കുറിച്ചൊന്നും അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ജനപ്രതിനിധി അദ്ദേഹം ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയവും മറ്റുള്ളതും കൊണ്ട്. അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ അവരുടെ ഇടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. തങ്കച്ചനെ ജയിലിലാക്കുന്നു. ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നിരിക്കുകയാണ് 10-17 ദിവസം. തൊട്ടടുത്ത് തന്നെ ഒരാൾ മരിച്ചിരിക്കുന്നു, ഒരാൾ കൈഞ്ഞരമ്പ് മുറിക്കാൻ നോക്കുന്നു. അപ്പം ഇതെല്ലാം കാണുമ്പോൾ അവർക്കുള്ളിൽ ഒരു വേദനയില്ലെങ്കിൽ ഇവർ എന്തൊരു മാതൃകാ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. സെപ്റ്റംബർ 21 വരെ മണ്ഡലത്തിലെ നിരവധി സ്വകാര്യ പരിപാടികളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ വയനാട് DCCയിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ കൂടുതൽ വഷളാകുമെന്ന മുന്നറിയിപ്പ് MP-ക്ക് നൽകാൻ പോലും നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം. കാര്യങ്ങളുടെ ഗൗരവം MP-യുടെ ടീമിനെ ബോധ്യപ്പെടുത്താൻ വയനാട് DCC അധ്യക്ഷനും മറ്റു മുതിർന്ന നേതാക്കൾക്കും കഴിയുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.